വേമ്പനാട്ട് കായൽ നടുക്കൊരു ദ്വീപുണ്ട്, പെരുമ്പളം. ഇവിടുത്തുകാർ തലമുറകളായി കണ്ടൊരു സ്വപ്നമുണ്ട്, കരയെ തൊടാൻ ഒരു പാലം. ആ സ്വപ്നം പൂവണിയുകയാണ്. കണ്ടോളൂ. അതെന്താന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത്ര ഞാൻ കണ്ടു. അതെ, എന്താ അതിന് ഞങ്ങൾക്ക് മറുപടി പറയാനില്ല. ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ തൊണ്ട നമുക്കൊരു വല്ല സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. ഞങ്ങളുടെ ഈ പഞ്ചായത്ത്, പെരുമ്പളം പഞ്ചായത്തിന് ഇതുപോലെ ആരും സ്വപ്നം പോലും മനസ്സിൽ വിചാരിക്കാത്തൊരു സംഭവമാണ് വന്നു വിട്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തു വെച്ചത് ഇതുപോലെ. ഇനി ഇവിടെ പെരുമ്പളത്തെ വെച്ചാൽ ഇനി ഒരു ആവശ്യം, വേറൊരു ആവശ്യമില്ല. ഇവിടെ പെരുമ്പളത്തുകാരുടെ ആവശ്യം ഒരു പാലമാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ യാത്ര ചെയ്തുകൊണ്ട് വളരെ ദുരിതമായിരുന്നു. വള്ളങ്ങളെ ആശ്രയിച്ചും പിന്നെ അതിനുശേഷമാണ് ഈ ജങ്കാർ വന്നതും അതിനു മുമ്പ് ബോട്ട് വന്നതും. അങ്ങനെ യാത്ര വളരെ ദുരിതമായിരുന്നു. പ്രഗ്നൻ്റ് കേസ് വന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ അക്കരെ കൊണ്ടുപോകുമ്പോൾ ചില വള്ളത്തിൽ കിടന്ന് വരെയും പ്രസവിച്ചിട്ടുണ്ട്. പല മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പാലം വന്നുകൊണ്ട് വളരെ സന്തോഷമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏത് ടൈമിനും യാത്ര ചെയ്യാം. ബോട്ടുകൾ ജങ്കാർ അവരുടെ സമയത്ത് നമ്മൾ യാത്രയാണ്. ഇപ്പോൾ നമ്മുടെ സമയത്ത് യാത്രയാണെങ്കിൽ ഇപ്പോൾ പാലം നമുക്ക് എപ്പോഴെങ്കിലും പോവാം. ഏത് പാതിരാത്രിയാണെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വരാനുള്ള പാലം വന്ന് വരാൻ പോകും. ഈ യാത്രാ ദുരിതത്തിന് ഇതുകൊണ്ടാണ് മിക്കവരും കല്യാണം കഴിക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ പെണ്ണുങ്ങൾ ഇവിടെ യാത്രാ സൗകര്യത്തിൻ്റെ ഇതുകൊണ്ട് മുടങ്ങിപ്പോയൊക്കെ ചെയ്യുന്നത്. 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിന്നെ 1:30 ബോട്ടുള്ളൂ. 1.5 മണിക്കൂർ അവിടെ നിൽക്കണം. പല കല്യാണ പാർട്ടികളും പെണ്ണ് കാണാൻ അവിടെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ആ രാജ്യത്തിലേക്കില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഇതെല്ലാം അവസ്ഥയെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. 9:45 കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സമയം തീർന്നു. പിന്നെ ഞങ്ങളൊക്കെ അക്കരയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ബന്ധുക്കളുടെ വീടാ ബോട്ട് കെട്ടിയിലൊക്കെ കിടന്ന് കൊതുകിൻ്റെ കടിയും കൊണ്ട് വേണം കിടന്നുറങ്ങാൻ. ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ല. ഈ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പാതിരാത്രികളിലും വീട്ടിൽ വന്ന് കിടക്കാമല്ലോ. പ്രത്യേകിച്ച് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ MLA ആയിരുന്ന ആരിഫിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. പാലം വരുന്നതിൽ പെരുമ്പളത്തുകാരുടെ സന്തോഷം കണ്ടില്ലേ? കാരണം ഇതുവരെ അവരുടെ ജീവിതം റിവേഴ്സ് മോഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി അത് ഫോർവേഡ് മോഡിലേക്ക് മാറും. അതുവഴി സ്വപ്നത്തിനൊപ്പം പെരുമ്പളത്തുകാർ സഞ്ചരിച്ചു തുടങ്ങും. നിഖിൽ ജോസഫിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.